Hello friends, welcome to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡീൽ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. മനസ്സിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ശാസ്ത്രീയമായ പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. It is defined as the science of behavior. ഇതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്. സയൻസ് ഓഫ് ബിഹേവിയർ, ബിഹേവിയറിൻ്റെ ഒരു സയൻസ് ആണ് സൈക്കോളജി. The word psychology is derived from two Greek words. രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നുമാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ രണ്ട് ഗ്രീക്ക് വേർഡ്സ്? സൈക്കി ആൻഡ് ലോഗോസ്. ഈ രണ്ട് വാക്കുകളിൽ നിന്നിട്ടാണ് സൈക്കോളജി എന്നിട്ട് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. സൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മൈൻഡ് ഓർ സോൾ എന്നാണ്. ലോഗോസ് എന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി, സയൻസ് എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. സോ സൈക്കോളജിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ഒരു ഫസ്റ്റ് ഹാൻഡ് മീനിങ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സോൾ എന്നായിരുന്നു സൈക്കോളജിയുടെ ഒരു ഫസ്റ്റ് മീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു വേർഡ് സോൾ എന്ന് പറയുന്ന ഒരു വേർഡ് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് വെച്ചാൽ വളരെ വേഗമാണ്. സോൾ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ വളരെ വേഗമായിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആത്മാവെന്നോ അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതോ നമുക്ക് കാണാൻ പറ്റുന്നതോ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നോ അല്ല സോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ടേം സോൾ എന്ന് പറയുന്ന ഒരു ടേം റീപ്ലേസ് ചെയ്തുകൊണ്ട് മൈൻഡ് എന്ന് പറയുന്ന ഒരു ടേം വന്നു. റീപ്ലേസ് ദ ടേം സോൾ വിത്ത് മൈൻഡ്. എന്താണ് സോൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് സോൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് റീപ്ലേസ് ചെയ്തിട്ട് മൈൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വരുന്നത്. സോൾ വിത്ത് മൈൻഡ് അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വില്യം ജെയിംസ് ആണ്. ഇദ്ദേഹമാണ് വില്യം ജെയിംസ്. ഇദ്ദേഹം ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫിലോസഫറാണ്. ഇദ്ദേഹമാണ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് സൈക്കോളജി പോലൊരു സയൻറ്റിഫിക് സയൻസിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആപ്റ്റായിട്ട് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടൊക്കെ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സയൻസ്. അപ്പം മൈൻഡ് എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതോ ഒന്നും അല്ല. സോ മറ്റൊരു വ്യക്തി കോൺഷ്യസ്നെസ് എന്നൊരു ടേം യൂസ് ചെയ്തു. മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിട്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നു. ഇപ്പോൾ സൈക്കോളജി നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ് ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. അത് വിൽഹെം വൂണ്ട് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ്? ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത് വില്യം വൂണ്ട് എന്ന് പറയുന്ന ഹീസ് എ ഫിലോസഫർ ആൻഡ് സൈക്കോളജിസ്റ്റ്. ഇദ്ദേഹമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിഷൻ എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് നോക്കണം എന്താണ് ബിഹേവിയർ, എന്താണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനി എക്സ്പ്രഷൻ ഓഫ് ലൈഫ് ഓർ എനിത്തിങ് വി ഡു. അപ്പം നമ്മൾ ചെയ്യുന്ന എന്തും എനി എക്സ്പ്രഷൻ ഓഫ് ലൈഫ് അതിനെ നമുക്ക് ബിഹേവിയർ എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എനിത്തിങ് വി സേ ഓർ ഡു അതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. എനി ആക്ടിവിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ഈസ് കൺസിഡേർഡ് ആസ് ബിഹേവിയർ. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഏതൊരു ആക്ടിവിറ്റിയെയും നമുക്ക് ബിഹേവിയർ എന്ന് പറയാം.
Psychologists say any observable actions or reactions of the living organism are behavior. സൈക്കോളജിസ്റ്റ് പറയുന്നത് എനി ഒബ്സർവബിൾ ആക്ഷൻ ഓർ റിയാക്ഷൻ, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒബ്സർവബിൾ ആയിട്ടുള്ള ഏതൊരു ആക്ഷനും റിയാക്ഷനും ബിഹേവിയറിൻ്റെ കൂട്ടത്തിലാണ് പറയുന്നത്. In broad sense, behavior includes anything the individual does. അപ്പം എന്താണ് ഇൻഡിവിജ്വൽ ചെയ്യുന്ന എന്തിനേയും, എനിത്തിങ് ആൻ ഇൻഡിവിജ്വൽ ഡൂസ്, അതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ബിഹേവിയറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഐഡിയാസ്, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രീംസ്, മസ്കുലർ ആക്ടിവിറ്റീസ്, ഗ്ലാൻഡുലാർ റെസ്പോൺസസ്, ഈറ്റിംഗ്, അല്ലെങ്കിൽ വാക്കിംഗ്, റീഡിങ്, നമ്മൾ എന്തെങ്കിലും ഡാൻസിങ്, നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നോ അതെല്ലാം നമുക്ക് ബിഹേവിയർ ആണെന്ന് പറയാം, നമ്മുടെ ബിഹേവിയർ ആണെന്ന് പറയാം. അടുത്തതായിട്ട് നോക്കുന്നത് എന്താണ് കൊഗ്നിഷൻ. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ പ്രോസസ്സസ്, അതിനെയാണ് നമ്മൾ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈജ്ഞാനികമായ പ്രക്രിയകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സസ്. അപ്പോൾ ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സുകളെയാണ് നമ്മൾ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. എവറി ആസ്പെക്റ്റ് ഓഫ് അവർ മെൻ്റൽ ലൈഫ് ഈസ് കൺസിഡേർഡ് ആസ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. നമ്മുടെ മെൻ്റൽ ലൈഫിലെ ഓരോ ആസ്പെക്റ്റിനെയും, എവറി ആസ്പെക്റ്റിനെയും നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സായിട്ടാണ് കണക്കാക്കുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ തോട്ട്സ്, അവർ മെമ്മറീസ്, മെൻ്റൽ ഇമേജസ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്കിങ് ഈസ് കൺസിഡേർഡ് ആസ് മെൻ്റൽ പ്രോസസ്സസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മെൻ്റൽ പ്രോസസ്സസ്, ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സസുകളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, അതുപോലെ നമ്മുടെ ഓർമ്മ, മെമ്മറീസ്, പിന്നെ നമുക്ക് ഉണ്ടാകുന്ന മെൻ്റൽ ഇമേജസ്, നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മെൻ്റൽ ഇമേജസോ, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റിയോ ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു കൈൻഡ് ഓഫ് തിങ്കിങ് എല്ലാം തന്നെ നമ്മുടെ മെൻ്റൽ പ്രോസസ്സസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സസ് അല്ലെങ്കിൽ ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സസും നമ്മുടെ ബിഹേവിയറും ഒക്കെ ചേർന്നിട്ടുള്ള ഒന്നാണ് സൈക്കോളജി എന്ന് നമ്മൾ പറയുന്നത്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.